എല്ലാവർക്കും നമസ്കാരം. സാരംഗി ഓൺലൈൻ കളക്ഷൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ബംഗാൾ കോട്ടൺ സാരികൾ, ഡാമേജ് സാരികൾ നമ്മൾ സാധാരണ കാണിക്കാറുണ്ട്. അതായത് നമുക്ക് എന്തെങ്കിലും ചെറിയ ഡാമേജസ്, നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത ഡാമേജസ് ഒന്നും ഇതിനകത്തില്ല. 499 നമ്മുടെ ബംഗാൾ കോട്ടൺ സാരികൾ നമ്മൾ ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് 559 രൂപയ്ക്ക് കൊടുക്കുന്ന സാരികളാണ്. ഇപ്പം 2 എണ്ണം എടുത്താൽ 880 രൂപ ടോട്ടൽ വരും. ഒരെണ്ണം എടുത്താൽ 490 രൂപ. അങ്ങനെയാണ് ഇതിൻ്റെ റേറ്റ് വരിക. ഇത് നമുക്ക് ബംഗാൾ കോട്ടൺ സാരികൾ ഇനി ഉടനെ സ്റ്റോക്ക് ഉണ്ടാവില്ല, കിട്ടുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അത് കാരണം ഇതൊക്കെ അത്യാവശ്യം നല്ല ഉപയോഗിക്കാൻ പറ്റുന്ന സാരികൾ തന്നെ, അല്ല ഉപയോഗിക്കാൻ പറ്റുന്ന സാരികളൊന്നും നമ്മൾ ഡാമേജിൽ ഇടുന്നില്ല കേട്ടോ. ഇതാണ് ഒന്നാമത്തെ സാരി. മുമ്പ് ഗീവവേയുടെ കാര്യം മറക്കരുത്, കമൻറ്റുകൾ ചെയ്യുക. മറക്കാതെ തിരഞ്ഞെടുക്കപ്പെടുന്ന 2 പേർക്ക് നമ്മൾ ഗിഫ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ. ഇതാണ് ഒന്നാമത്തെ സാരി. നല്ല ഒരു പിങ്ക് കളറാണ് സാരി വരുന്നത്. ത്രെഡ് വീവിങ് ആയിരുന്നു. പ്രത്യേകിച്ച് കസവൊന്നുമില്ല, ഇതിന് പ്രത്യേകിച്ച് ഡാമേജ് ഒന്നുമില്ല. നമ്മൾ ഓരോരുത്തർ പറഞ്ഞ് മാറ്റി വെച്ച സാരികൾ വരെ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. അങ്ങനെ വരുന്നൊരു സാരിയാണ് കേട്ടോ. ഇത് അങ്ങനെ പറഞ്ഞ് മാറ്റി വെച്ചിട്ട് അവരെടുക്കാതെ പോയ സാരിയാണ്. ഇതിന് പ്രത്യേകിച്ച് ഡാമേജ് ഒന്നുമില്ല. ഒരെണ്ണം എടുക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഇതിന് 490 വരും ഇൻക്ലൂഡിങ് ഷിപ്പിംഗ്. 2 എണ്ണം എടുക്കുകയാണെങ്കിൽ 880 രൂപയേ ഉള്ളൂ, 2 എണ്ണം കൂടെ. ഇത് 50 സ്റ്റാർട്ടിംഗ് നമ്പർ. 550 തുടങ്ങുന്നത്. മറക്കാതെ നമ്പർ പറയാൻ മറക്കരുത് കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഈ സാരി അങ്ങനത്തെ സാരി തന്നെയാണ്. പ്രത്യേകിച്ച് അങ്ങനെ വലിയ ഡാമേജ് ഒന്നും ഇല്ല. ചെറിയൊരു പാടുണ്ട് കണ്ടോ, ഇങ്ങനെ ചെറുതായിട്ടൊരു കുഞ്ഞിപ്പാട്. കാണാനൊന്നും ഇല്ലത്, എങ്കിലും നമ്മൾ പറഞ്ഞിട്ട് തരുന്നതേ ഉള്ളൂ. എല്ലാ സാരികളുടെ ഡാമേജ് ഒന്നും നമ്മൾ പറയില്ല, കാരണം അത്രയ്ക്കുള്ള ഡാമേജ് ഒന്നും ഇല്ല ഇതിന്. പിന്നെ നമ്മൾ കൈ കിട്ടിക്കഴിയുമ്പോൾ ഈ ഒരു പാടുണ്ടായിരുന്നെന്ന് പറയണ്ടല്ലോ, അതുകൊണ്ടാണ്. ഇത് സാരി നമ്പർ 51 ആണ്. ഇതിന്റെ പ്രൈസ് വരുന്നത് ഞാൻ പറയുന്നല്ലോ, 2 എണ്ണം എടുക്കുകയാണെങ്കിൽ 880, 880 ആണ് പ്രൈസ് വരിക. ഒരെണ്ണം എടുക്കുകയാണെങ്കിൽ 490, 490. ഇതും അത് തന്നെ. പ്രത്യേകിച്ച് ഡാമേജ് ഒന്നും കണ്ടിട്ടില്ല കേട്ടോ. ഇനി ഡാമേജ് സാരികൾ റിട്ടേണോ എക്സ്ചേഞ്ചോ റീഫണ്ടോ ഒന്നും ഉണ്ടാവില്ല. അത് കാരണം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചിട്ട് എടുത്തോളൂ. പക്ഷെ ഡാമേജ് ഒന്നും അങ്ങനെ പറയത്തക്ക ഡാമേജുകളൊന്നുമല്ല. ഇതൊരു ചെറിയൊരു ചെറുപയർ പച്ചയാണ് ഇതിലിങ്ങനെ വരുന്നുണ്ട്. ചെറിയൊരു കസവും വരുന്നുണ്ട്. ഇത് സാരി നമ്പർ 52 ആണ്. അടുത്തത് നല്ലൊരു, ഇതൊന്നും അങ്ങനെ ഡാമേജ് കണ്ടിട്ടില്ല കേട്ടോ. നമ്മൾ ചെക്ക് ചെയ്തപ്പോഴൊന്നും കണ്ടിട്ടില്ല. ഓരോരുത്തർ പറഞ്ഞ് മാറ്റിവെച്ച സാരികളാണ്. ഇതുവരെ ഉള്ള മാറ്റിവെച്ച സാരികളെല്ലാം ഞാൻ ഇന്ന് ഇതിനകത്തേക്ക് വേണ്ടി എടുത്തിട്ടുണ്ട്. നല്ലൊരു എന്താ പറയുക, ക്രീം കളർ പോലത്തെ കളറ്, അതിൽ ലൈറ്റ് യെല്ലോ കളറാണ് ബോർഡർ വരുന്നത്. കസവുണ്ട്. പ്യുവർ കോട്ടൺ ആണ് ഈ സാരി. ഞാൻ പറഞ്ഞല്ലോ, ഈ വിലക്കൊക്കെ എടുത്ത് ഇനി നമുക്ക് വീട്ടിൽ കൊടുക്കുന്ന അമ്മമാരുണ്ടല്ലോ സ്ഥിരം, അവർക്കാണെങ്കിൽ പോലും പ്രയോജനപ്പെടും. അത്രയ്ക്ക് നല്ല കോട്ടൺ സാരിയാണ്. ഈ വിലക്ക് കിട്ടുമ്പോൾ നല്ലത് തന്നെയാണ്. 53 ആണ് ഇതിന്റെ നമ്പർ വരുന്നത്. അതുപോലെ ടീച്ചേഴ്സ് എന്ന് ചില സാരി, ടീച്ചേഴ്സൊക്കെ എന്ന് സാരി തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ നല്ലൊരു സാരി തന്നെയാണ് കേട്ടോ. ഇത് നല്ലൊരു ഫ്ലൂറസെന്റ് ഗ്രീൻ, അതായത് നമ്മുടെ പീക്കോ ഗ്രീൻ്റെ ഒരു ഇച്ചിരി ലൈറ്റ്, അതിലൊരു മെറൂൺ, ഒരു റെഡ് കളർ പോലത്തെ ഒരു ബോർഡർ ആണ് വരുന്നത്. കസവല്ല കേട്ടോ, അതിന്റെ കരയാണ് വരുന്നത്. ഈ കാണുന്ന മുഴുവൻ ത്രെഡ് വീവിങ് ആണ്. ഇത് സാരി നമ്പർ 54 ആണ്. അടുത്തത് നല്ലൊരു ഓഫ് വൈറ്റ് കളർ. ചിലതിന്റെ ലെങ്ത് കുറവുണ്ട് കേട്ടോ. ഇപ്പൊ ഞാൻ കാണിച്ചിരുന്ന അങ്ങനെ ലെങ്തിന്റെ പ്രശ്നം വരില്ല. ഇതൊക്കെ കുറച്ച് ലെങ്ത് ഏകദേശം 5-10 വരുന്നുള്ളൂ. അങ്ങനെയുള്ളവർ ഒരു ലൈനിങ്ങിന്റെ തുണി വാങ്ങിച്ച് നമ്മുടെ കുത്തുന്നിടത്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ മതി. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നല്ലൊരു ഓഫ് വൈറ്റ് കളറിൽ ലൈറ്റ് കളർ ബോർഡർ വരുന്ന സാരി. കസവൊന്നുമില്ല ഇതിന്. ഇതാണ് ഇതിന്റെ പല്ലു വരുന്നത്. നല്ലൊരു സാധാരണ ഒരു പല്ലു. 55 ആണ് നമ്പർ വരുന്നത്. 55 ആണ് ഇതിന്റെ നമ്പർ. അടുത്തത് ലൈറ്റ് ഒരു ലാവണ്ടറിന്റെ ഒരു ലൈറ്റ് ഷെയ്ഡ് കേട്ടോ. ഇങ്ങനെ വരും. ഇതിനകത്ത് വൈറ്റ് കളറാണ് ത്രെഡ് വീവിങ് വരുന്നത്. ചെറിയൊരു കസവ് സൈഡിൽ കൂടി ഉണ്ട്. കസവ് എടുത്ത് പറയുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ഈ കസവുള്ളത് ഇഷ്ടമില്ല, അതുകൊണ്ടാണ് കസവ് ഉണ്ടെന്ന് പറയുന്നത്. 56 ആണ് ഇതിന്റെ നമ്പർ. നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴിയാണ് അയക്കുന്നത്. രജിസ്റ്റേർഡ് ആയിട്ടാണ് അയക്കുക. കൊറിയർ നമ്മളങ്ങനെ സാധാരണ അയക്കാറില്ല. വേണ്ടവർക്ക് അയച്ചു തരാം, പക്ഷെ നമുക്ക് കൊറിയറിന് ഒന്നൊക്കെ റേറ്റ് കൂടുതലാണ്. അടുത്തത് നല്ലൊരു മസ്റ്റാർഡ് കളർ. കസവൊന്നുമില്ല കേട്ടോ ഇതിനകത്ത്. സാധാരണ ഒരു സാരി തന്നെയാണ്. മസ്റ്റാർഡ് കളറാണ്. ഇതിനും പ്രത്യേകിച്ച് ഡാമേജ് ഒന്നും അങ്ങനെ കണ്ടിട്ടില്ല. ഇതും ഈ പറഞ്ഞ പോലെ മാറ്റി വെച്ചൊരു സാരിയാണ്. 57 ആണ് ഇതിന്റെ നമ്പർ വരുന്നത്. ചില സാരികൾക്ക് ലെങ്ത് കുറവുണ്ടെന്നേ ഉള്ളൂ.
ലെങ്ത് കുറവെന്ന് പറഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ വരാത്ത ലെങ്ത് ഒന്നും അല്ല. എനിക്ക് തന്നെ ഒരു 3 ഫ്ലീറ്റ് ഒക്കെ ഉടുക്കാൻ പറ്റും. എങ്കിലും പോരാത്തവര് ലൈനിങ്ങിന് തുണി അറ്റാച്ച് ചെയ്ത് ഒരു കുറച്ച് 5 മീറ്റർ ഒക്കെ ലെങ്ത് വരുന്ന സാരിയാണ്. നല്ലൊരു കോഫി ബ്രൗൺ പോലത്തെ ഒരു കളറ്. അതിനകത്തൊരു പേസ്റ്റൽ കളറാണ് ബോർഡർ വരുന്നത്. കസവുണ്ട്. ഡാർക്ക് കോഫി ബ്രൗൺ കളറിൽ ഡസ്റ്റി കളറാണ്. 58 ആണ് ഇതിന്റെ നമ്പർ വരുന്നത്. അടുത്തത് നല്ലൊരു ഗോൾഡ്. ഇതിന് കുറച്ച് ലെങ്ത് കുറവുള്ള സാരി തന്നെയാണ്, അല്ലാതെ വേറെ ഡാമേജ് ഒന്നും കണ്ടിട്ടില്ല. ഇതൊരു നല്ല ഗോൾഡൻ മസ്റ്റാർഡ് കളറിൽ ഒരു മെറൂൺ കളർ ബോർഡർ, കസവൊന്നുമില്ല. ഇത് സാരി നമ്പർ 59 ആണ്. ഇതിന്റെ ഒക്കെ പ്രൈസ് വരുന്നത് ഒരെണ്ണം എടുക്കുകയാണെങ്കിൽ 490, രണ്ടെണ്ണം എടുക്കുകയാണെങ്കിൽ 880, 880. അടുത്തത് നല്ലൊരു ഗ്രീൻ കളർ, ചെറുപയർ പച്ച പോലത്തെ ഒരു കളർ. കോൺട്രാസ്റ്റ് ബോർഡർ ഒന്നുമില്ല, ഒരു കസവ് പോലത്തെ ബോർഡർ വരുന്നുണ്ട്. നമ്പർ പറയാൻ മറക്കരുത്. ഞാൻ ഈ നമ്പർ പറയുമ്പോൾ ആ നമ്പർ പറയാതെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ച നമ്പർ വെച്ചിട്ട് ഓർഡർ എടുക്കുന്നത്, അതുകൊണ്ടാണ്. 60 ആണ് ഇതിന്റെ നമ്പർ വരുന്നത്. അടുത്തത് നല്ലൊരു ഗോൾഡൻ ഷെയ്ഡ് കണ്ടോ, നല്ലൊരു ഗോൾഡൻ കളർ ഇങ്ങനെ വരും. ഇന്ന് കുറച്ച് ലെങ്ത് കുറവുണ്ട് കേട്ടോ. ഇതിനകത്ത് കോൺട്രാസ്റ്റ് ആയിട്ട് ഒന്നുമില്ല, പ്രത്യേകിച്ച് കസവോ അങ്ങനെയൊന്നുമില്ല. ബോർഡർ ഒന്നും വരുന്നില്ല. സാരി ഫുൾ ഇങ്ങനെയാണ്, നിറയെ ത്രെഡിന്റെ ബുട്ട ഡിസൈൻ ആണ് വരുന്നത്. ഇത് 61 ആണ് നമ്പർ വരുന്നത്. ഇനി കുറച്ച് ലെങ്ത്തിന്റെ പ്രശ്നമേ ഉള്ളൂ. അടുത്തത് നല്ലൊരു വൈറ്റ് കളർ, ഓഫ് വൈറ്റ് കളർ, മിൽക്കി വൈറ്റ് എന്ന് പറയാം. ഓഫ് വൈറ്റ് അല്ല, മിൽക്കി വൈറ്റ് ആണ്. ഇതേ ഇങ്ങനെ വരും കണ്ടോ, ഇങ്ങനെ വരും. നല്ലൊരു സാരിയാണ്. ഇത് കുറച്ച് ലെങ്തിന്റെ എന്തോ പ്രശ്നമാണ് കേട്ടോ. പ്രത്യേകിച്ച് അങ്ങനെ എടുത്തു പറയത്തക്ക ഒരു ഡാമേജ് ഒന്നും അല്ല, പക്ഷെ ലെങ്തിന്റെ എന്തോ ഒരു പ്രശ്നമുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ പാടും ഉണ്ടാവും കേട്ടോ, ഓർത്തിരിക്കുന്നില്ല. എങ്കിലും അങ്ങനെ ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു സാരി ഇതിനകത്ത് ഇടില്ല. 62 ആണ് ഇതിന്റെ നമ്പർ വരുന്നത്. അടുത്തത് നല്ലൊരു കളർ. ഈ സാരി കുറെ ഉള്ളതുകൊണ്ട് ഞാൻ ഇട്ടതാണ് കേട്ടോ. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇത് എപ്പോഴും ഒത്തിരി എണ്ണം, ഒരു ബണ്ടിൽ തന്നെ 2-3 എണ്ണം ഇതായിരിക്കും. 10 എണ്ണം എടുത്തൊരു 3 എണ്ണം ഈ സാരി ആയിരിക്കും. അതുകൊണ്ട് ഇനി 1-2 എണ്ണം കൂടി ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് ഓഫർ പോലെ ഇട്ടതാണ്. ഡാമേജ് ഉള്ള സാരികളൊന്നും അല്ല. ഇതിന്റെ ഇങ്ങനെ തന്നെ സാധാരണ എപ്പോഴും ഞാൻ കാണിക്കുന്ന സാരി എല്ലാ ബണ്ടിലും ഉണ്ടാവും. സാധാരണ ബംഗാൾ കോട്ടൺ സാരി റിപ്പീറ്റ് ചെയ്ത് വരാറില്ല, പക്ഷെ ഇത് എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് വരും. 63 ആണ് ഇതിന്റെ നമ്പർ വരുന്നത്. അടുത്തത് നല്ലൊരു ഗോൾഡൻ കളറാണ്. അതിനകത്ത് പ്രത്യേകിച്ച് കോൺട്രാസ്റ്റ് ബോർഡറോ കസവോ ഒന്നുമില്ല. ഒരു ചെറിയ ചെറിയ സെൽഫായിട്ടുള്ള പ്രിന്റുകളാണ്. പ്രിന്റ് മീൻസ് ത്രെഡ് വീവിങ് വരുന്നുണ്ട്. അത് അത്ര കാണാനില്ല കേട്ടോ. ഇതാണ് പല്ലു. ഒന്നും അങ്ങനെ എടുത്ത് പറയത്തക്ക പല്ലു ഒന്നുമില്ല. സെൽഫ് പ്രിന്റ് വരുന്നതാണ്, എടുത്ത് അറിയാനില്ല. കുറച്ച് ലെങ്ത് കുറവുള്ള സാരിയാന്ന് മാത്രമേ ഉള്ളൂ. 64 ആണ് ഇതിന്റെ നമ്പർ വരുന്നത്. അടുത്തത് നല്ലൊരു ഗ്രീനും മെറൂണും കൂടെ വരുന്നൊരു കോമ്പിനേഷൻ. നല്ലൊരു ചെറുപയർ പച്ച, ഒരു പിസ്ത ഗ്രീൻ പോലത്തെ ഗ്രീനും ചെറുപയർ പച്ചയും കൂടെ വരുന്ന, മെറൂൺ കളർ ബോർഡറും കൂടെ വരുന്നൊരു കോമ്പിനേഷൻ. കസവൊന്നുമില്ല കേട്ടോ, ബോർഡർ മാത്രമേ ഉള്ളൂ. ഇതാണ് ഇതിന്റെ പല്ലു വരുന്നത്. ഇതും കുറച്ച് ലെങ്ത് കുറവുണ്ടെന്നേ ഉള്ളൂ. 65 ആണ് ഇതിന്റെ നമ്പർ വരുന്നത്. അടുത്തത് നല്ലൊരു ലൈറ്റ് റോസ് കളർ, നല്ലൊരു സാരിയാണ്. കസവൊന്നുമില്ല കേട്ടോ, ഇങ്ങനെ വരും. നല്ലൊരു മെറ്റീരിയൽ, നല്ലൊരു സൂപ്പറായിട്ടൊരു, നമുക്കിങ്ങനെ എടുത്ത് പിടിക്കുമ്പോൾ നല്ലൊരു കോട്ടയുടെ ഒക്കെ ഫീൽ വരുന്നൊരു മെറ്റീരിയൽ. ബംഗാൾ കോട്ടൺ തന്നെയാണ് കേട്ടോ. ത്രെഡ് വീവിങ് ആണ് ഈ കാണുന്നതൊക്കെ. ഇതിനകത്ത് ചെറിയൊരു പാടം ഉള്ളിൽ എവിടെയോ ഉണ്ട്, അത്രേ ഉള്ളൂ കേട്ടോ. അറിയാനൊന്നുമില്ല, സൂക്ഷിച്ച് നോക്കിയാൽ പോലും കാണാൻ പറ്റില്ല. അതാണ് ഇതിൻ്റെ ഒരു ഇതായിട്ട് ഇട്ടത്. 66 ആണ് ഇതിന്റെ നമ്പർ വരുന്നത്. അടുത്തത് നല്ലൊരു യെല്ലോ കളർ. യെല്ലോയുടെ മുകളിലത്തെ പോർഷൻ ഇങ്ങനെ വരും, ഹാഫ് പോർഷൻ ഇങ്ങനെ താഴെ ഇങ്ങനെ വരുന്നതാണ് കേട്ടോ. ചെറിയ കസവൊക്കെ ഉണ്ട്, ചെറിയൊരു ബോർഡറും ഒക്കെ വരുന്നുണ്ട്, ഇങ്ങനെ വരും. ഞാൻ എന്നും ഈ സാരികൾ കുറേ കാണിക്കുന്നുണ്ട് കേട്ടോ, സ്പീഡിൽ പോണതും. എല്ലാവർക്കും തന്നെ ഇപ്പം അറിയാം, സ്ഥിരമായിട്ടുള്ള വ്യൂവേഴ്സിനൊക്കെ അറിയാം ഈ സാരിയെക്കുറിച്ച്. 67 ആണ് നമ്പർ. അറിയാൻ മേലാത്തവർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. കോട്ടൺ സാരികൾക്ക് എന്നും ഡിമാൻഡാണല്ലോ. അത് നല്ലൊരു മജന്ത കളർ, അതിൽ ഒരു ചെക്കാണ് വരുന്നത്, കസവിന്റെ പോലത്തെ ചെക്ക് വരുന്നുണ്ട്, ഇങ്ങനെ വരും. ഇതും കുറച്ച് ലെങ്തിന്റെ പ്രശ്നമേ ഉള്ളൂ കേട്ടോ. ഇതാണ് ഇതിന്റെ പല്ലു വരുന്നത്. 68 ആണ് നമ്പർ വരുന്നത്. അടുത്തത്
നല്ലൊരു ഗോൾഡൻ കളറിൽ മെറൂൺ കളർ ബോർഡർ, കസവൊന്നുമില്ല. ദേ ഇങ്ങനെ വരും. ഇതാണ് ഇതിന്റെ ബോഡി പാർട്ട് വരുന്നത്. പല്ലു ദേ ഇങ്ങനെ വരും. 69 ആണ് ഇതിന്റെ നമ്പർ വരുന്നത്. ഇതൊക്കെ നല്ല സാരികൾ, എന്ന് സാരി ഉടുക്കുന്നവർക്കൊക്കെ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. കാരണം ഉടുക്കാനും നല്ല സുഖമാണ്, സ്റ്റാർച്ച് പിടിക്കും, ഉടുത്ത നല്ല ഭംഗിയായിട്ട് ഇരിക്കും. ലൈറ്റ് വെയിറ്റ് ആണ് സാരി. നല്ലൊരു കളർ കണ്ടോ, നല്ല സൂപ്പർ കളറാണ്. ഇങ്ങനെ വരും. ഇതിനകത്തൊരു ചെറിയ ചെക്ക് വില വരുന്നുണ്ട്. ഇതാണ് ഇതിന്റെ പല്ലു. സാരിക്കൊക്കെ നല്ല ഭംഗിയാണ് ഉടുത്ത് കഴിയുമ്പോൾ. ഇതിനൊക്കെ കോൺട്രാസ്റ്റ് ബ്ലൗസ് ഒക്കെ ഇട്ട് കൊടുക്കുക. ഒരു ഗ്രീൻ കളർ ബ്ലൗസ് ഒക്കെ ഇട്ട് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും. അടുത്തത് ഇങ്ങനെ വരും. നടുക്ക് പോർഷൻ മാത്രം ഇങ്ങനെ വരുന്നു. രണ്ട് സൈഡിലും ഇങ്ങനത്തെ ബോർഡർ വരുന്നു. ഇങ്ങനത്തെ നല്ലൊരു സാരി കേട്ടോ. ഇതും പ്രത്യേകിച്ച് അങ്ങനെ ഡാമേജ് ഒന്നും കണ്ടിട്ടില്ല, മാറ്റി വെച്ചിരുന്നൊരു സാരി. ഇത് 71 ആണ് നമ്പർ വരുന്നത്. അടുത്തത് ഒരു ക്രീം കളർ, ഒരു ലൈറ്റ് യെല്ലോ എന്ന് പറയാം, ബേബി യെല്ലോ നമ്മൾ പറയില്ലേ, അങ്ങനത്തെ ഒരു കളർ. അതിൽ ചെറിയൊരു കസവിന്റെ ബോർഡർ വരുന്നത്. കസവിന്റെ മാത്രം, ബോർഡർ ഇല്ല, കോൺട്രാസ്റ്റ് ബോർഡർ ഇല്ല, കസവ് മാത്രം ഇങ്ങനെ വരും. ഇതാണ് ഇതിന്റെ പല്ലു വരുന്നത്. 72 ആണ് ഇതിന്റെ നമ്പർ വരുന്നത്. ഇതും നമ്മൾ മാറ്റി വെച്ചൊരു സാരിയാണ്. കുറേ സാരികൾ ഉണ്ടായിരുന്നു മാറ്റി വെച്ച്, അതെല്ലാം ഇതിനകത്ത് നിന്ന് പെടുത്തിയിട്ടുണ്ട്. കാരണം തീരുവാണ്, നമ്മുടെ ബംഗാൾ കോട്ടൺ സാരിയുടെ കളക്ഷൻ ഇപ്പൊ ഇല്ല ഇനി, അതുകൊണ്ട് കംപ്ലീറ്റ് ഞാനിങ്ങനെ എടുത്തതേ ഉള്ളൂ. ഇതും ഡാമേജ് ഉള്ള സാരി ഒന്നുമല്ല, നല്ലൊരു പോച്ചമ്പള്ളി ഡിസൈൻ ബോർഡർ ഒക്കെ വരുന്ന ചെറിയൊരു കസവുണ്ട്. നടുക്കത്തെ പോർഷൻ മാത്രം ഇങ്ങനെ വരും, മുകളിലും താഴെ ഇങ്ങനെ വരും. ഇതൊക്കെ സാരി 5 തൊട്ട് 5:20 വരെയുള്ള ലെങ്ത് ഉള്ളതുകൊണ്ട്, 5 മീറ്റർ ഉള്ളതുകൊണ്ട്, അതുകൊണ്ട് എല്ലാം ചോദിച്ചിട്ട് വേണമെങ്കിൽ ചോദിച്ചിട്ട് മേടിച്ചോളുക. ലെങ്ത് കുറവെന്ന് പറഞ്ഞാൽ ലെങ്ത് 5 മീറ്റർ ഒക്കെ ആയിരിക്കും. 73 ആണ് നമ്പർ വരുന്നത്. എന്ന് വെച്ചാൽ പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞില്ല, ചെറിയ ചെറിയ ഡാമേജസ് ഒക്കെ കാണുള്ളൂ, വലിയൊരു ഡാമേജ് എന്നൊന്നും പറയാനില്ല ഈ സാരികൾക്കൊന്നും. അങ്ങനെയുള്ളതൊക്കെ നമ്മൾ റിട്ടേൺ ചെയ്യും. ഈ സാരികളൊക്കെ നമുക്ക് റിട്ടേൺ ചെയ്യാം, പക്ഷെ നമ്മൾ ഇത് ഡിമാൻഡ് ഉള്ളതുകൊണ്ടാണ് ഇതിങ്ങനെ ഇടുന്നത്. ഇതിങ്ങനെ വരും, ഹാഫ് പോർഷൻ ഇങ്ങനെ വരും. നല്ലൊരു മെറൂൺ, നല്ല ഡാർക്ക് മെറൂൺ ആണ്. ചിലപ്പോൾ അതിനകത്ത് റെഡ് ആയിട്ടായിരിക്കും വരിക. അതിനകത്തൊരു ഗ്രീൻ കളർ പോലത്തെ ഒരു ബോർഡർ ഇങ്ങനെ വരും. പല്ലു ഇതും പ്രത്യേകിച്ച് ഡാമേജ് ഒന്നുമില്ല. 74 ആണ് ഇതിന്റെ നമ്പർ വരുന്നത്. അടുത്തത് നല്ലൊരു ലൈറ്റ് ക്രീം കളർ എന്ന് തന്നെ പറയാം. അതിനകത്ത് ചെറിയൊരു കസവിന്റെ ബോർഡർ വരുന്നുണ്ട്. ചെക്കാണ് ഇങ്ങനെ വരുന്നുണ്ട്. വലിയൊരു എടുത്തു പറയത്തക്ക ചെക്കൊന്നുമല്ല കേട്ടോ. ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ ഞാൻ എന്നാളും പറഞ്ഞു, ഇതൊക്കെ കേരള സാരി ഉടുക്കാൻ ഇഷ്ടമില്ലാത്തവർക്കൊക്കെ നല്ലൊരു ഓപ്ഷനാണ് ഇങ്ങനത്തെ സാരികളൊക്കെ ഉടുക്കും. 75 ആണ് ഇതിന്റെ നമ്പർ വരുന്നത്. ഇത് നല്ലൊരു ബ്ലൂ കളറാണ്. നമ്മൾ എന്താ പറയുക, നല്ലൊരു ഡാർക്ക് ബ്ലൂ, തുളസി നീലയുടെ ഒക്കെ ഒരു ഡാർക്ക്. അതിനകത്ത് നേവി ബ്ലൂ കളർ പോലത്തെ ഒരു ബോർഡർ വരുന്നുണ്ട്. ചെറിയൊരു കസവും ഉണ്ട്. ഇതും കുറച്ച് ലെങ്ത് കുറവായിട്ട് ഇട്ടതാണ് കേട്ടോ. 5 മീറ്റർ ഒക്കെ ലെങ്ത് കാണുള്ളൂ. ഞാൻ പറഞ്ഞില്ല 5 മീറ്റർ ലെങ്ത് ആണെന്ന് വെച്ചിട്ട് കുറവാന്ന് വിചാരിക്കേണ്ട. ഞാൻ എപ്പോഴും ഇതിനകത്ത് പറയുമ്പോൾ ആൾക്കാർ പറയേണ്ടത് എന്തിനാ ലെങ്ത് കുറവാന്ന് പറഞ്ഞാൽ, ലെങ്ത് കുറവൊന്നും ഇല്ല. നമ്മൾ തരുമ്പോൾ നമ്മൾ പറഞ്ഞിട്ട് തരണമല്ലോ. 76 ആണ് ഇതിന്റെ നമ്പർ വരുന്നത്. ലെങ്ത് കുറവാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, കുത്തുന്നിടത്തൊരു തുണി വെച്ച് നമ്മുടെ ലൈനിങ്ങിന്റെ തുണിയൊക്കെ 1/2 മീറ്റർ മേടിച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഇത് നല്ലൊരു ഗോൾഡൻ കളറിൽ ഇങ്ങനത്തെ ഒരു ബോർഡർ വരുന്നു. ഈ ബോർഡറിന്റെ അവിടെ ചെറിയൊരു ഇതുപോലെ ഡിസൈൻ പോലെ വരുന്നുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഇതിങ്ങനെ ഇട്ടത്. പിന്നെ കുറച്ച് ലെങ്ത് കുറവുണ്ട് കേട്ടോ. നല്ലൊരു സാരിയാണ്, കസവൊന്നും ഇല്ല ഇതിനകത്ത്. ഇതിന് രണ്ട് സൈഡ് 2 ബോർഡർ ആണ്. അയ്യോ, അത് പറയാൻ മറന്നു. ഇവിടെ മെറൂൺ കളർ ബോർഡറും ഇവിടെ കോഫി ബ്രൗൺ കളർ ബോർഡറും കണ്ടോ ഇങ്ങനെ വരും. എന്താ പറയുക, ഗംഗാ ജമുന ബോർഡർ എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ഒരു സാരിയാണ്. നല്ല സാരിയാണ്, അത്യാവശ്യം തിക്നെസ് ഒക്കെ ഉള്ളൊരു സാരിയാണ്. ഇതാണ് ഇതിന്റെ പല്ലു വരുന്നത്. ഇതിന്റെ ഇതിന്റെ നമ്പർ വരുന്നത് 77, 77 ആണ് നമ്പർ. പ്രൈസ് ഞാൻ പറഞ്ഞല്ലോ, 2 എണ്ണം എടുക്കുവാണെങ്കിൽ 880 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. ഒരെണ്ണം എടുത്താൽ 440 പ്ലസ് 50 വരും, 490 വരും കേട്ടോ. ഒരെണ്ണം ചില ആൾക്കാർക്ക് 2 എണ്ണം കിട്ടിയെന്ന് വരില്ല, എന്നാലും നഷ്ടമില്ല. നമ്മൾ 559 രൂപയ്ക്കാണ് ഒരെണ്ണം കൊടുക്കുക. ഇതാണ് അടുത്തത്, നല്ലൊരു ബേബി യെല്ലോ കളറ്. അതിനകത്ത് ഇങ്ങനത്തെ ബോർഡർ വരുന്നുണ്ട്. ഇതൊക്കെ മാറ്റി വെച്ച സാരി കേട്ടോ.
കുറേ സാരികൾ മാറ്റി വെച്ചു. പ്രാവശ്യം ഡാമേജിനേക്കാളും കൂടുതൽ മാറ്റി വെച്ച സാരികളാണ്. 78 ആണ് ഇതിന്റെ നമ്പർ വരുന്നത്. അടുത്ത് നല്ല മെറൂൺ കളറിൽ ഒരു ക്രീം കളർ പോലത്തെ ബോർഡർ വരുന്നു. പ്രത്യേകിച്ച് അങ്ങനെ എടുത്തു പറയത്തക്ക ഡാമേജ്, ഇടയ്ക്ക് കൊണ്ട് ഒരു നൂല് പൊങ്ങി പോലെ തോന്നി, അത്രേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് അങ്ങനെ എടുത്തു പറയത്തക്ക ഡാമേജ് ഒന്നും ഇതിനില്ല. നല്ലൊരു സാരിയാണ്. നല്ല ഡാർക്ക് മെറൂണിൽ ക്രീം കളർ ബോർഡർ. ഇതാണ് ഇതിന്റെ പല്ലു വരുന്നത്. ഇത് സാരി നമ്പർ 79. ചാനൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗീവ് അവേ ഉണ്ട്, നമുക്ക് 10-ാം തീയതി വരെ ഉണ്ട് കേട്ടോ. നമുക്ക് ഇതാണ് നല്ലൊരു എന്താ പറയുക, ക്രീം കളറല്ല, ഒരു ചിക്കു ബേജ് കളർ പോലത്തെ ഒരു കളറ്. അതിലിങ്ങനെ സൈഡിൽ കൂടെ കര വരുന്നുണ്ട്. കസവെന്ന് പറയാൻ പറ്റില്ല, ഒരു കര, മെറൂൺ കളർ. നല്ലൊരു സാരി. ഇത് നമ്പർ 80 ആണ്. ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ ബംഗാൾ കോട്ടൺ സാരികൾ, ഡാമേജ് സാരികളുടെ വീഡിയോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ച് ക്ലിയർ ചെയ്തിട്ട് വാങ്ങുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം.